വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് നിലവിൽ വരുന്നത് വിളപ്പിൽശാല, തിരുവനന്തപുരം സർക്കാർ തലത്തിൽ രാജ്യത്ത് ആദ്യത്തേതാണ്. വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് നിലവിൽ വരുന്നത് വിളപ്പിൽശാല, തിരുവനന്തപുരം. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. കേന്ദ്ര സർക്കാരിന്റെ മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള ഫിഷറീസ് പുരസ്കാരം ലഭിച്ചത് കൊല്ലം. സംസ്ഥാന വിഭാഗം വിജയി കേരളമാണ്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള ഫിഷറീസ് പുരസ്കാരം ലഭിച്ചത് കൊല്ലം. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് കെ.എൻ. ഹരിലാലാണ്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് കെ.എൻ. ഹരിലാൽ. 3D പ്രിന്റിംഗിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബോയ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം. 3D ബയോപ്രിന്റിംഗിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബോയ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം. ശുദ്ധവായു ഉള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശൂർ. രാജ്യത്ത് 4ാം സ്ഥാനം കരസ്ഥമാക്കി. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശൂർ. രാജ്യത്ത് 4ാം സ്ഥാനമാണ് തൃശൂർ ജില്ല കരസ്ഥമാക്കിയത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരം. സാമ്പത്തിക കാര്യങ്ങളിൽ പരാതികൾ രേഖപ്പെടുത്തുവാനായി റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടൽ സാറ്ററ്റ് പോർട്ടൽ. സാമ്പത്തിക കാര്യങ്ങളിൽ പരാതികൾ രേഖപ്പെടുത്തുവാനായി റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടൽ സാറ്ററ്റ് പോർട്ടൽ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിച്ചത് ഷെയ്ഖ് ഹസൽഖാൻ, പന്തളം സ്വദേശി. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിച്ചത് ഷെയ്ഖ് ഹസൽഖാൻ, പന്തളം സ്വദേശി. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് ബീഹാർ. സമ്മർ ഒളിമ്പിക്സിന്റെ മാതൃകയിൽ ആദ്യമായി ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നതും ബീഹാർ തന്നെയാണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് ബീഹാർ. സമ്മർ ഒളിമ്പിക്സിന്റെ മാതൃകയിൽ ആദ്യമായി ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നതും ബീഹാർ തന്നെയാണ്. 2024 JCB പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജിയാണ്. 2024 JCB പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി. കൃതി ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. 2024 JCB പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വരുന്നത് സോനിപത്ത്, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വരുന്നത് സോനിപത്ത്, ഹരിയാന. ഗുരു നാനാക്കിന്റെ 555ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക നാണയം പുറത്തിറക്കിയ രാജ്യം പാകിസ്ഥാൻ. ഗുരു നാനാക്കിന്റെ 555ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക നാണയം പുറത്തിറക്കിയ രാജ്യം പാകിസ്ഥാൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് ലേ, ലഡാക്ക്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് ലേ, ലഡാക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്റ്റ് കൂടിയാണിത്. യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങളിലും രാജ്യത്തെ ടെലികോം സേവനങ്ങൾ സർക്കാരിന് നിർത്തിവയ്ക്കാൻ സാധിക്കുന്ന കാലയളവ് 15 ദിവസം. യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങളിലും രാജ്യത്തെ ടെലികോം സേവനങ്ങൾ സർക്കാരിന് നിർത്തിവയ്ക്കാൻ സാധിക്കുന്ന കാലയളവ് 15 ദിവസം. മത്സ്യബന്ധന ബോട്ടുകൾക്ക് അപായ സൂചന നൽകുന്ന തദ്ദേശ നിർമ്മിത ഉപകരണം എൽ റാഡ്.
മത്സ്യബന്ധന ബോട്ടുകൾക്ക് അപായ സൂചന നൽകുന്ന തദ്ദേശ നിർമ്മിത ഉപകരണം എൽറാഡ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വോട്ടർ പട്ടികയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗോത്ര വിഭാഗം ജരാവകൾ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ പട്ടികയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗോത്ര വിഭാഗമാണ് ജരാവകൾ. 19 പേരെയാണ് ഉൾപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂര്. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനി ഇൻകർ റോബോട്ടിക്സ്. യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റിയായി തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഒരു നഗരമാണ് തൃശ്ശൂര്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനി ഇൻകർ റോബോട്ടിക്സ് ആണ്. യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റിയായി തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഒരു നഗരമാണ് തൃശ്ശൂർ. നാസയുടെ സഹായത്തോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഇന്ത്യൻ സഞ്ചാരികളെ അയക്കുന്ന ISROയുടെ ദൗത്യം ആക്സിയം 4. നാസയുടെ സഹായത്തോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഇന്ത്യൻ സഞ്ചാരികളെ അയക്കുന്ന ISROയുടെ ദൗത്യം ആക്സിയം 4. യാത്രികർ ശുഭാൻശു ശുക്ല, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശുഭാൻശു ശുക്ല, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയിലെ ആദ്യ ജലമരം സ്ഥാപിതമായത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ക്യാമ്പസ്, അതായത് ക്യുഫോസിന്റെ ക്യാമ്പസ് ആണ് കൊച്ചിയിൽ. ഇന്ത്യയിലെ ആദ്യ ജലമരം സ്ഥാപിതമായത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ക്യാമ്പസ്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശ്ശൂര്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയാകുന്നത് കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശ്ശൂര്. പ്രമേയം ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനം. ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനം. FBI മേധാവിയാകാൻ ട്രംപ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ കഷ് പട്ടേൽ. FBI മേധാവിയാകാൻ ട്രംപ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ കഷ് പട്ടേൽ. ലോകത്തെ 2800 യെല്ലോ റേറ്റിംഗ് കടക്കുന്ന 16ാമൻ. യെല്ലോ റേറ്റിംഗ് ചെസ്സുമായി ബന്ധപ്പെട്ടാണ് കാര്യമാണ്. അപ്പോൾ ലോകത്ത് 2800-ലധികം യെല്ലോ റേറ്റിംഗ് കടക്കുന്ന 16ാമനാണ് അർജുൻ എരിഗാസി. ഇപ്പോൾ ലോകത്തിലെ 2800 യെല്ലോ റേറ്റിംഗ് കടക്കുന്ന 16ാമൻ അർജുൻ എരിഗാസി. ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിനെ ചരിത്രത്തിൽ യെല്ലോ റേറ്റിംഗിൽ പിന്നിടുന്ന ഇന്ത്യക്കാരനാണ് നമ്മുടെ അർജുൻ എരിഗാസി. അതായത് 2ാമത്തെ വ്യക്തിയാണ് അർജുൻ എരിഗാസി. ആദ്യത്തേത് വിശ്വനാഥൻ ആനന്ദാണ്, 2ാമത്തെ വ്യക്തി അർജുൻ എരിഗാസി. 2024 ഡിസംബറിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സംസ്ഥാനമായി മാറിയത് കേരളം. 2024 ഡിസംബറിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സംസ്ഥാനമായി മാറിയത് കേരളം. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, ഗവേഷണം, സേവനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ബഹുമുഖവും പരിവർത്തനപരവുമായ സംരംഭം മിഷൻ മൗസം. ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, ഗവേഷണം, സേവനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ബഹുമുഖവും പരിവർത്തനപരവുമായ സംരംഭം മിഷൻ മൗസം. രാജ്യത്തെ 2024 ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. രാജ്യത്തെ 2024 ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. ഇന്ത്യ കംബോഡിയ സംയുക്ത സൈനിക അഭ്യാസം സിൻബാക്സ് 1. ഇന്ത്യ കംബോഡിയ സംയുക്ത സൈനിക അഭ്യാസം സിൻബാക്സ് 1
29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് പായൽ കപാഡിയ. ഓൾ ബി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായകയാണ് പായൽ കപാഡിയ. 29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് പായൽ കപാഡിയ. ശാസ്ത്ര ഗവേഷണത്തിനുള്ള GD ബിർള പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ സുബി ജേക്കബ് ജോർജ്. 2003 താണു പത്മനാഭന് ശേഷം ആദ്യമായാണ് മലയാളിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ശാസ്ത്ര ഗവേഷണത്തിനുള്ള GD ബിർള പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ സുബി ജേക്കബ് ജോർജ്. രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയത് മദ്രാസ് IIT. രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയത് മദ്രാസ് IIT. സംസ്ഥാന കായിക നയത്തിനു കീഴിലുള്ള ആദ്യ സ്പോർട്സ് സെന്റർ നിലവിൽ വരുന്നത് തലശ്ശേരി. സംസ്ഥാന കായിക നയത്തിനു കീഴിലുള്ള ആദ്യ സ്പോർട്സ് സെന്റർ നിലവിൽ വരുന്നത് തലശ്ശേരി. ലോക ധ്യാന ദിനമായി UN പൊതുസഭ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത് ഡിസംബർ 21. ലോക ധ്യാന ദിനമായി UN പൊതുസഭ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത് ഡിസംബർ 21. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രാജ്യാന്തര മത്സര വിഭാഗം ജൂറി ആഗ്നസ് ഗോദാർഡ് ഫ്രഞ്ച് ഛായാഗ്രഹയാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രാജ്യാന്തര മത്സര വിഭാഗം ജൂറി ആഗ്നസ് ഗോദാർഡ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കിനാവ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കിനാവ്. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പ്രാപ്തരായ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ പട്ടിക ജില്ലാ തലത്തിൽ സജ്ജമാക്കുന്ന പദ്ധതി ട്രെൻഡ്. ട്രെൻഡിന്റെ ഫുൾ ഫോം ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പ്രാപ്തരായ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ പട്ടിക ജില്ലാ തലത്തിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ട്രെൻഡ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ് കിനാവ്, ട്രെൻഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അണ്ടർ 19 പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ബംഗ്ലാദേശ്. അണ്ടർ 19 പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ബംഗ്ലാദേശ് ഇന്ത്യയെ 59 റൺസിന് പരാജയപ്പെടുത്തി. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഷാജി N കരുൺ. 2024 ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെട്ട വ്യക്തി ഇന്ദു ചന്ദോക്. 2024 ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെട്ട വ്യക്തി ഇന്ദു ചന്ദോക്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 8ാം പതിപ്പിന്റെ അതിഥി രാജ്യം ഫ്രാൻസ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 8ാം പതിപ്പിന്റെ അതിഥി രാജ്യം ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം ന്യോമ എയർ ബേസിൻ കിഴക്കൻ ലഡാക്ക് 1300 അടി ഉയരത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം ന്യോമ എയർ ബേസിൻ. കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച ആപ്പ് അതിഥി ആപ്പ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച ആപ്പ് അതിഥി ആപ്പ്. പ്രഥമ ഖോ-ഖോ വേൾഡ് കപ്പ് വേദിയാകുന്നത് ഡൽഹി. പ്രഥമ ഖോ-ഖോ വേൾഡ് കപ്പ് വേദിയാകുന്നത് ഡൽഹി. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിൽ. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിൽ.
2023 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദിയാകുന്നത് സൗദി അറേബ്യ. 2034 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദിയാകുന്നത് സൗദി അറേബ്യ. 2026 വേദി അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2030 വേദി പോർച്ചുഗൽ, സ്പെയിന്, മൊറോക്കോ. 2034 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദിയാകുന്നത് സൗദി അറേബ്യ. 2026 വേദി അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2030 വേദി പോർച്ചുഗൽ, സ്പെയിന്, മൊറോക്കോ. ഗവൺമെന്റ് ഓഫീസുകളെ കടലാസ് രഹിതമാക്കാൻ അവതരിപ്പിച്ച ഇ ഓഫീസ് സോഫ്റ്റ്വെയറിനു പകരം ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയർ കെ സ്യൂട്ട്. ഗവൺമെന്റ് ഓഫീസുകളെ കടലാസ് രഹിതമാക്കാൻ അവതരിപ്പിച്ച ഇ ഓഫീസ് സോഫ്റ്റ്വെയറിനു പകരം ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയർ കെ സ്യൂട്ട്. തന്തൈ പെരിയോർ, അതായത് ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം നിലവിൽ വരുന്നത് വൈക്കം. തന്തൈ പെരിയോർ സ്മാരകം നിലവിൽ വരുന്നത്, അതായത് ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം നിലവിൽ വരുന്നത് വൈക്കം. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം സ്മൃതി മന്ദാന. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.